ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് കേട്ടോ ഗോസായി ചോറ്. ഈ ഗോസായി എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? ഗോസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഒരു വർഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ദേശാന്തരങ്ങൾ അലഞ്ഞ് നടന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബ്രാഹ്മിൺസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നാൽ ഇവർ ബ്രാഹ്മിൺസ് അല്ല, അതിനേക്കാൾ ഉയർന്ന ജാതിക്കാരാണ് എന്നും ചിലർ പറയപ്പെടുന്നു. അതിന് നമുക്ക് കൃത്യമായ അറിവുകളൊന്നുമില്ല, പല പല വ്യാഖ്യാനങ്ങളുണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഭിക്ഷ യാചിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഓരോ വീടുകളിലും ചെന്ന് അവർ ഭിക്ഷ യാചിക്കും. അപ്പോൾ കിട്ടുന്ന കായ്കറികളും ധാന്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ സ്ഥിരമായി വീടുകളിൽ താമസിക്കാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും തങ്ങിയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒത്തുകൂടും. എന്നിട്ട് ഇവരെല്ലാവരും തങ്ങളുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ചോറ് പോലെ എന്താണോ കിട്ടിയത് അതെല്ലാം കൊണ്ടും ഒരു ഫുഡ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇവർക്ക് പരിപ്പ് കിട്ടും, അരി കിട്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്താണോ കിട്ടുന്നത് അതെല്ലാം ഉപയോഗിച്ച് അവർ ഭക്ഷണം ഉണ്ടാക്കി ഒരു നേരം മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഗോസായി ചോറ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ ഒരു കഷ്ണം ചേന, ഒരു ഏത്തക്കായ, പിന്നെ ഒരു 4 പച്ചമുളക്, അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് ഇത് ചെറുപയർ പരിപ്പാണ്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ്സിന് മുകളിൽ ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരിക്ക് പകരം കുത്തരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം, ഞാവരിയരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കായയും ചേനയും ഉരുളൻകിഴങ്ങും എല്ലാം അരിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇവർ എന്ത് സാധനമാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കി ഒരു നേരം മാത്രമേ കഴിക്കുകയുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും ഇവരുടെ സഞ്ചാരം ആരംഭിക്കും. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഒരു ഐറ്റം പരിചയപ്പെടുത്തി തന്നത്, ഞാൻ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞിരുന്നു, പത്മ. അവളാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധനം കൊണ്ടു തന്നത്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ബ്രാഹ്മിൺസിൻ്റെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ വീട്ടിലിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അവൾ ഒരു ഇല്ലത്തെ കുട്ടിയാണ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ ക്ലാസ്സിൽ ഒരിക്കൽ കൊണ്ടുവന്നപ്പോൾ എനിക്കും ഷെയർ ചെയ്ത് ഞാൻ കഴിച്ചൊരു സംഭവമാണിത്. അങ്ങനെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ചേനയ്ക്ക് പകരം വേണമെങ്കിൽ ചേമ്പോ അല്ലെങ്കിൽ കൂർക്കയോ കപ്പയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ പെട്ടെന്ന് വിശപ്പും മാറും. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഭക്ഷണം. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ ചേന ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കായയും ഉരുളൻകിഴങ്ങും അരിഞ്ഞത്, ഞാൻ ഒരു ഉരുളൻകിഴങ്ങും ഒരു കായയാണ് എടുത്തിരിക്കുന്നത്, അത് അരിഞ്ഞത് കഴുകി ചേർത്ത് കൊടുക്കാം. പിന്നെ അരി അത് കഴുകി അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുപയർ പരിപ്പ്, ഇതിന് പകരം വേണമെങ്കിൽ പയറോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത വെള്ളമാണ് ഇതിലൊഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ 4 പച്ചമുളക് കീറിയതും. ഇനി അതൊരു 3 വിസിൽ വരുന്ന വരെ അടുപ്പത്ത് വയ്ക്കാം. അപ്പോഴേക്കും അത് വേകുമ്പോഴേക്കും ഞാൻ ഇതിന് കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട്. അല്പം വേപ്പില ഞെരടിയിട്ടു, പിന്നെ പാകത്തിന് ഉപ്പിട്ടു. ഇതിപ്പോൾ നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതൊരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അന്ന് എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു കറിയായിരുന്നു അവളുടെ ചോറിനൊപ്പം. ഇപ്പോൾ നമ്മുടെ അരി വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കുഴയണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വേവ് കുറച്ചെടുക്കാം. എനിക്കിങ്ങനെ കുഴയുന്നതാണ് ഇഷ്ടം.
എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യിലാണ് വറുത്തിടേണ്ടത്, വെളിച്ചെണ്ണയിലല്ല, നെയ്യിൽ വറുത്തിടണം, അപ്പോഴാണ് ടേസ്റ്റ്. ഇനി ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 വറ്റൽമുളക്, കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത്. പണി തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഈ നെയ്യിൽ മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ സ്വാദ് കൂടും. ഇനി ഇത് നമുക്ക് കുക്കറിൽ വെന്തിരിക്കുന്ന ചോറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഗോസായി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ വിളമ്പി കാണിച്ചു തരാം. അപ്പോൾ വറുത്ത് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഞാൻ വിളമ്പിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി ചോറ് നമ്മുടെ ഉള്ളിൽ ചെല്ലില്ല, എന്നാൽ നമ്മുടെ വിശപ്പും മാറും, കുറച്ച് പച്ചക്കറി അകത്തേലും. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അധികം എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ കഴിക്കാം. ചെറുപയർ പരിപ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ നമ്മുടെ ഗോസായി ചോറ് ഇവിടെ റെഡിയാണ്. ഈ ചോറ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.